ഡയറക്ടറും ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യ സംഘാടകനുമായ ബഹുമാനപ്പെട്ട MP ജോർജിന്റെ ഏറ്റവും വലിയ അഭ്യുദയകാംക്ഷിയാണ് അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനി. തിരുമനസിന്റെ സ്നേഹവും വാത്സല്യവും വളരെ അനുഭവം ചെയ്യുവാനെത്തിയ അഭിമന്യ മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനിയെ ഭക്തി ആദരവോടുകൂടി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ക്ഷണിക്കുന്നു. ഇപ്പോൾ ശരീരത്തിൽ പുതിയ മനുഷ്യനായിരിക്കുന്ന മാടിനെ ആനയുമാക്കുന്നതായിട്ടുള്ള യോജുവാണ്. ഇന്ന് എനിക്കൊരു സംശയമുള്ളത്, പരിശുദ്ധ ബാബാ തിരുമേനി, നിയുക്ത കാതോലിക്ക ബാബാ തിരുമേനി, ഈ രണ്ടു പേര് കഴിഞ്ഞാൽ പിന്നെ ഓർത്തഡോക്സ് സഭയിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ആളാണ്. വഴക്കുണ്ടാക്കാൻ പറഞ്ഞതല്ല. സെമിനാരിയുടെ പ്രിൻസിപ്പലാണ്. വൈദ്യസുവിശേഷ പ്രസംഗനായ ജോഷുവാച്ചനാണ്. അതോ ജോർജ് അച്ഛനാണ്. ഞാൻ ഉത്തരം പറയുന്നില്ല. നിങ്ങൾക്ക് എപ്പോൾ വഴക്കുണ്ടാക്കുന്ന ആ സമയം ഇതെടുത്ത് വീണ്ടും തർക്കിക്കാവുന്ന ഒരു വിശേഷം. അതുപോലെ ഞാൻ ഇന്ന് സഭയിൽ ഒരാവശ്യം തിരിച്ചറിഞ്ഞ് ആ ആവശ്യത്തിൻ്റെ പരിഹാരത്തിന് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിച്ച വലിയ നേതൃത്വം നൽകിയിട്ടുള്ള ആളാണ് നമ്മൾ ജോർജ്. ഈ അച്ഛൻ്റെ ഈ നേതൃത്വത്തിൽ ഇവിടെ വളരെ വലിയ ശുശ്രൂഷകളൊക്കെ നിർവഹിച്ചിട്ടുള്ള അംഗങ്ങൾ. പിന്നെ ലോകപ്രസിദ്ധമാണ് നമ്മുടെ ശ്രുതി ഈ ആദിവാസികളുടെ ഒക്കെ ഇൻസ്ട്രുമെന്റ്സ് ഇന്ന് വളരെ ആധുനികമായ ഇൻസ്ട്രുമെന്റ്സിനോട് കൂടെ ചേർത്ത് അതിൻ്റെ വില വർദ്ധിപ്പിക്കുന്നതിന് ശ്രമിച്ചു. ഇതൊരു വലിയ സംഗതിയാണ്. നമുക്ക് വേണ്ടിയിരിക്കുന്നത് സാധാരണയിലുള്ള അസാധാരണത്വം കണ്ടെടുക്കാൻ പഠിക്കേണ്ടത് ക്രിസ്തീയരാണ്. ഈ സംഗീതത്തെ പറ്റി വിശേഷിച്ച് പറയേണ്ട കാര്യമൊന്നും എൻ്റെ ഒരു അഭിപ്രായം, നമ്മളൊരു നല്ല സംഗീത സദസ്സിൽ ചെന്ന് തല നേരെ നിൽക്കുന്ന ആരെയും നിങ്ങൾ കണ്ടിട്ടുണ്ട്? എല്ലാവരുടെയും തല ആടിക്കും. അതിൻ്റെ എല്ലാ ക്രമീകരണമാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ വലിയ ക്ലാസിക്കൽ മ്യൂസിക് പിന്നെ 500-1000 രൂപ കൊടുക്കണം ടിക്കറ്റാണ് ഞാൻ വാങ്ങിച്ചത്. അവിടെ ഞാൻ കണ്ടു ഈ വൈദ്യന്മാരുടെ ഒക്കെ തല നേരെ നിൽക്കുകയാണ്. ഒരുത്തൻ്റെ തല നേരെ നിർത്താത്ത പ്രസ്ഥാനത്തിനാണ് ഈ പോയ എന്ന് പറയുന്നത്. അതായത് എല്ലാ മനുഷ്യനും ആസ്വദിക്കുന്ന ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവ്. വിശപ്പ് എല്ലാ മനുഷ്യനുമുണ്ട്. അതില്ലെങ്കിൽ സുഖക്കേടാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ സംഗീതം അപ്രീഷിയേറ്റ് ചെയ്യാത്ത ആരും സംഗീതം പാടാൻ അറിയാൻ പാടില്ലാത്തവരുണ്ട്. പശുവിനെ കെട്ടിയിട്ട് മാത്രം പാടുന്നവരുണ്ട്. അങ്ങനെയൊക്കെ പലരുണ്ട്. എന്നാൽ ആസ്വദിക്കാത്തവരാരും തന്നെയുണ്ട്. ഇത് മനുഷ്യനെ മനുഷ്യനാക്കുന്നതിന് ഇതാവശ്യമായി. ഈ സംഗീതമുള്ള നമ്മുടെ ഭാവനോട് പറഞ്ഞു അവിടെ ക്ഷമാശന വിദ്യാഭ്യാസം പറഞ്ഞു. എന്നാൽ നല്ല പാട്ട്. സംഗീതത്തിന് വലിയ വിദ്യാഭ്യാസമൊന്നും ആവശ്യമില്ല. അത് ഞാൻ പറയുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമാണ്. കാരണം അദ്ദേഹം സംഗീതം എഴുതുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഇല്ലെന്ന് ആരെയും വ്യാഖ്യാനിക്കുമ്പോൾ
ഷമ്മാസിനെ അപ്രേം ഷമ്മാസിനെ പഠിപ്പില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞാൽ ഇതിനെ എതിർക്കാൻ നിങ്ങൾക്ക് ഉള്ളിലുള്ള മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്കല്ല. ഞാൻ പറയാൻ ശ്രമിച്ചത് ഭാവാദിനോട് പ്രസ്താവിച്ച സംഗീതം ദേവി വരം. സംഗീതം എഴുതിയിട്ടുണ്ട് എല്ലാവരും വലിയ മഹാന്മാരിൽ വളരെ പിന്നോക്കമായിരുന്നു. എന്നാൽ അനുഭവങ്ങളിൽ മുൻപിൽ നിൽക്കും. ഇതിനെ പറഞ്ഞപ്പോൾ അപ്രേം ഷമ്മാസിന് വിദ്യ അങ്ങനെ പറഞ്ഞത്, അനുഭവം ഇതെന്ന് പറഞ്ഞില്ല. അനുഭവം ഉണ്ടെന്ന്. സംഗീതം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ആഴമായ അനുഭവങ്ങൾ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനൊക്കെ വേണം. അവർക്ക് രുചികരമായ രീതിയിൽ അനുഭവത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറയുന്നതിനാണ്, അല്ലെങ്കിൽ അതിനെ ആ വിധത്തിൽ രൂപപ്പെടുത്തുന്നതിനാണ് സംഗീതം എന്ന് പറയുന്നത്. യഥാർത്ഥ സംഗീതം എപ്പോഴും ആഴമായ അനുഭവങ്ങൾ, ഒന്നേ ദുഃഖം, അല്ലെ സന്തോഷം, അല്ലെ ദിവ്യമായ സമാധാനം, അങ്ങനെയുള്ള ഈ ഇപ്പോഴൊക്കെ നമ്മൾ എഴുതുന്ന ഒത്തിരി പാട്ടുകളും അനുഭവമൊന്നും വലിയ ആഴവുമല്ല, സംഗീതവും ആഴവും. എന്നാൽ ഇത് ആത്മാവോട് സംസാരിക്കുന്നതിനാണ് സംഗീതം. ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ വലിയ അനുഭൂതി നമുക്കുള്ളിൽ ഉളവാകും. മിക്കവാറും പേര് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്തവർ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമാണ്. കുറച്ചുപേരെങ്കിലും ഇല്ല. സ്വർഗത്തിൽ മനുഷ്യരെന്ത് ചെയ്യും? പാട്ട് നമുക്കറിയാവുന്നതാണ്. അപ്പൊ കൊയാറിന്റെ ചേർന്ന് പാട്ട് പാടാൻ പഠിച്ചില്ലെങ്കിൽ ഈ അച്ഛനുമൊക്കെ അവിടെ കാണുമല്ലോ, നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എന്നാൽ പാട്ടുപാടി മഹത്വപ്പെടുത്തുന്നത് വലിയൊരു ശുശ്രൂഷയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞ ആരാധന മുഴുവനും ഗീതം, അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനാണ്. നമ്മുടെ ജീവിതം എന്നില്ലെന്ന് ചോദിച്ചാൽ ദൈവത്തെ അറിയുന്നതിനും അനുഭവിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നു. അത് ഞാൻ മുമ്പേ പറഞ്ഞു, ആഴമായ അനുഭവങ്ങൾ സംഗീതത്തിൽ കൂടെയാണ്. അപ്പൊ അത് സംഗീതത്തിൽ നിന്ന് ഉണ്ടാകുന്നവർ മാത്രമല്ല, സംഗീതത്തിൽ കൂടെ ഈ അനുഭവങ്ങൾ ഉളവാകുകയും ചെയ്യും. അങ്ങനെയുള്ള വലിയ ഒരു പ്രക്രിയയാണ് ഇവിടെ ഈ നടക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ഇത്രയും ദിവസം ഈ ഉത്സവങ്ങളൊക്കെ നടന്നത് വളരെ വളരെ വിലപ്പെട്ട ഒരു സംഗതിയാണ്. ആരാധനാ ജീവിതത്തെ പറ്റി വലിയ ദർശനം നമ്മുടെ തിരുമനസ്സുകൊണ്ട് അവാദനസ്സുകൊണ്ട് അതിനെ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്ന കാരണത്താൽ പറയേണ്ട കാര്യം വളരെ ചുരുക്കി 3 വാചകത്തിൽ പറയാൻ. ഞാൻ വിദ്യാർത്ഥിയായി മാത്രം എഴുതുന്നത് കൊണ്ട് പറയേണ്ടാത്ത കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി 12 വാക്കിൽ പറയാൻ നിൽക്കുന്നത്. ഞങ്ങൾ തമ്മിൽ അത്രയ്ക്കുള്ള വ്യത്യാസമേ ഉള്ളൂ. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ടിട്ട് ഭാവാതിന്മയുടെ അറിവിനായിട്ട് പറയാം. നമ്മൾ പറഞ്ഞതുപോലെ ഈ ജോർജ് അച്ഛൻ കയ്യിൽ പോയി, നമ്മുടെ ഈ രാജ്യത്ത് സംഗീതത്തിന് വലിയ സ്ഥാനമുള്ള രാജ്യമാണ്. നിങ്ങൾക്ക് ഈ ആദിവാസികളുടെ ഇടയിൽ പോയാൽ അതുപോലെ പറഞ്ഞാൽ അവർക്കൊക്കെ പാട്ടുകളുടെ അവരുടെ സ്വന്തമായ ഇൻസ്ട്രുമെന്റ്സും വളരെ എളുപ്പമുണ്ട്. അതിൻ്റെ അകത്തുള്ള അനുഭവങ്ങളുണ്ട്. നമുക്കറിയാം, ഈ നമ്മൾ ഇപ്പോഴും ഒത്തിരി ഉത്സവങ്ങൾ നടക്കും. ഈ എല്ലാ ഉത്സവങ്ങളിലും വലിയ സംഗീതമായ എല്ലാ ശുശ്രൂഷകളും നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടെന്ന് ഞാൻ സഭയുടെ നാമത്തിൽ
സഭയെ അഭിനന്ദിക്കുകയും ഇത് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് കൂടുതൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഔപചാരികമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, മാർത്തോമ മെത്രാപ്പോലീത്ത അഭിമന്യ ക്രിസോസ്റ്റം തിരുമേനി, അഭിമന്യനായ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പോലീത്ത തിരുമേനി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളുമേ, ബഹുമാന്യരായ വൈദികരെ, കർത്താവിനാൽ അനുഗ്രഹീതരായ വിശ്വാസികൾ, നിയോഗിച്ച അപ്പോസ്തലനാണ് അഭിമന്യ ഒസ്താത്യോസ് തിരുമേനി. ദരിദ്രരുടെയും അശരണരുടെയും ആലംബഹീനരുടെയും അത്താണിയായ അഭിമന്യ തിരുമേനി അനേകം ആതുരാലയങ്ങളും സുവിശേഷാലയങ്ങളും ആരംഭിച്ചു. കുഷ്ഠരോഗികളുടെ കുട്ടികളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പരക്കെ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുള്ളതാണ്. വേദശാസ്ത്രജ്ഞൻ, വാഗ്മി, എഴുത്തുകാരൻ, ചിന്തകൻ, ശ്രേഷ്ഠ സന്യാസി, സർവോപരി മനുഷ്യസ്നേഹി എന്നീ നിലകളിൽ അറിയപ്പെടുന്ന അഭിമന്യ തിരുമേനി ഏകദേശം 100ഓളം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. സഭാമക്കൾ പാടുവാനും പാട്ടുകൾ പ്രചരിപ്പിക്കുവാനും തിരുമേനി പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതിയെനിക്ക്. ഈ ശ്രേഷ്ഠമായ ഗാനം അഭിമന്യ തിരുമേനിയുടെ തൂലികയിൽ നിന്ന് ഉതർന്നിട്ടുള്ളതാണ്. തൻ്റെ ജീവിതത്തിൽ കൂടി സഭയ്ക്കും സമൂഹത്തിനും നേതൃത്വം നൽകുന്ന അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിക്ക് NK കോരത് മൽപ്പാൻ അവാർഡ് നൽകുകയാണ്. വന്യ മൽപ്പാൻ അപ്പച്ചനെ കുറിച്ച് ഒരു വാക്ക്. മാർത്തോമ മെത്രാപ്പോലീത്ത അഭിമന്യ തിരുമേനിയെ പൊന്നാട അണിയിക്കുന്നു. അവാർഡ് നൽകുന്നതിനായി പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയെയും അവാർഡ് സ്വീകരിക്കുന്നതിനായി അഭിമന്യ ഒസ്താത്യോസ് തിരുമേനിയെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മറുപടി പ്രസംഗത്തിനായി അഭിമന്യ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പോലീത്ത തിരുമനസിനെ ക്ഷണിക്കുന്നു. കേൾക്കുന്ന എല്ലാ ദൈവമക്കളെ, എനിക്ക് തന്നതായ ഈ പൊന്നാട ജോഷുവാച്ച് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. മക്കൾ കൊച്ചുമക്കളെ ഉണ്ട്. ഞാനെന്ത് ചെയ്യാൻ അതുകൊണ്ട് നമ്മുടെ അച്ഛൻ ദയവായിട്ട് വന്ന് ഈ പൊന്നാട വാങ്ങിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ജോഷുവാച്ചൻ ചോദിച്ചിട്ട് പോയോ? രണ്ടാമത് എനിക്ക് ഒരു എമൗണ്ട് തരുമെന്ന് പറയുന്നത് കേട്ടു. അതുണ്ടെങ്കിൽ അത് ജോർജ് അച്ഛനെ കൊടുക്കുന്നതായിരിക്കും. കാരണം ജോർജ് അച്ഛൻ മുഖാന്തരമാണ് ഞാൻ ഈ പാട്ടെല്ലാം പാടിപ്പിച്ചത്. 50 കൊല്ലം മുമ്പേ എഴുതിയ പാടാണ് ധനവാനും ബലവാനും ലാസനെ മറക്കല്ലെന്ന്. ലോകമുള്ള പാടാൻ തുടങ്ങിയത് ഈ കാസറ്റാക്കിയതിന് ശേഷമാണ്. അച്ഛനാണ് കാസറ്റാക്കി തന്നത്. അതിരാവിലെ പാടുന്നൊരു പാട്ടുണ്ട്.
അത് അമേരിക്കയിൽ പാടുന്നത് കേട്ട് ജാനുവരി 1-ാം പാട്ടായിട്ട് മാറ്റി ഒരു വലിയ പാട്ടുകാരൻ പാടുന്നത് കേട്ടു. അനേക പാട്ടുകൾ ലോകം മുഴുവൻ പോകാൻ കാരണം ഇത് ഓർക്കസ്ട്രയാണ്. കാസറ്റാക്കി അത് വീഡിയോ ആക്കി അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് അച്ഛനെ എമൗണ്ട് കൊടുക്കുവാൻ ഞാൻ തീരുമാനിച്ചു. ബാബായെ കൊണ്ട് കൊടുപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അപ്രേമിൻ്റെ ബഹുശായെക്കുറിച്ചെല്ലാം പ്രസംഗിച്ച് പറഞ്ഞു. ഇതിൻ്റെ ആരാധന മഹത്വത്തെക്കുറിച്ചെല്ലാം ക്രിസ്തുവിനെയും പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ഹൃദയത്തിൻ്റെ അടുത്തുനിന്ന് പാട്ട് പറയണം, വേദപുസ്തകത്തിൽ നിന്ന് പാട്ട് പറയണം. മിക്കവാറും എൻ്റെ പാട്ടിൻ്റെ പ്രസംഗമാണെന്ന് ദൈവത്തിലപ്പെടുന്നത് വളരെ പരമാർത്ഥമാണ്. ഒടുവിലൊരു പ്രസംഗം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആഹുറിൻ്റെ പ്രാർത്ഥനയാണ്. അത് ഞാൻ പാട്ടാക്കും. പക്ഷേ എൻ്റെ പാടാൻ എന്നെ കൊടുക്കില്ല. സ്നേഹ സന്ദേശക്കാർ ലോകത്ത് പാടിക്കൊണ്ടിരിക്കുകയാണ്. അത് സദൃശവാക്യം 30-ാം അധ്യായം 7 വാക്യങ്ങളാണ്. സമ്പത്തു സൃഷ്ടിച്ച തമ്പുരാനെ, സമ്പത്തു നൽകലേ, ദാരിദ്ര്യം നൽകല്ലേ, അൻപോട് നൽകുക അന്നവും വസ്ത്രവും, ഇമ്പമാ ജീവർ സ്നേഹം മതി. സോളമൻ സമ്പന്നായ ശേഷം യാഗനെ കൈവിട്ടു, ബാലനെ വന്ദിച്ചു. യോസഫ് സമ്പന്നനായ ശേഷം മിസ്രൈംകാരെ പാപ്പരാക്കി, ഫറവോനെ കോടീശ്വരനുമാക്കി. ഈ പാട്ട് അന്ന് അവിടെ മകവായിരുന്നുകൊണ്ട് എഴുതിയ പാട്ടാണ്. ധനവാന വീരാനുള്ള പാട്ട്. അവിടെ ജീവകാരുണ്യ പ്രസ്ഥാനത്തിന് ഭാഷ്യമുണ്ടായിരുന്നു. പക്ഷെ അത് പുസ്തകത്തിൽ കുറേ കിടക്കായിരുന്നു. അപ്പോൾ അത് ലോകം മുഴുവനായി കഴിഞ്ഞു. അതുകൊണ്ട് ഇതിനെ ട്യൂൺ കൊടുക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തത് പ്രധാനപ്പെട്ട അച്ഛനായതുകൊണ്ട് സഭയുടെ എമൗണ്ട് കൊടുക്കുന്നെങ്കിൽ അദ്ദേഹത്താണ് കൊടുക്കേണ്ടത്. ഇത് കയറിയാണെങ്കിൽ പാവയെ കൊണ്ടത് കൊടുക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾ അറിയിക്കുന്നു. ഈ പാട്ടെന്ന് പറഞ്ഞാൽ പാടിയാൽ പോരാ, ജീവിക്കണം. ജീവിതാനുഭവത്തിൽ അനുഭവത്തിൽ നിന്ന് പാട്ടുകളുണ്ടാകണം. പാടാൻ നിങ്ങളോട് ഞാൻ പറയുകയാണ്, ജീവിച്ചാൽ ദൈവം അത് പാടിയാൽ പോരാ, അങ്ങനെ ജീവിക്കണം. പാട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം, നമ്മൾ ആത്മീയരാക്കണം. വേദവസ്തവ പാടാവും. ക്രിസ്തീയ പാട്ട് വേദവസ്തവ അടിസ്ഥാനമായിരിക്കണം. എൻ്റെ എല്ലാ പാട്ടുകളും പ്രസക്തം തന്നെയാണ്. പ്രാർത്ഥനാക്കും പ്രാണപ്രിയനെ യാതൊന്നും വേണ്ട നീ മതി, പ്രാർത്ഥിപ്പാനിന്റെ രാജ്യം ഭൂമിയിലുമാകണം. സ്വാർത്ഥമായി ആഗ്രഹിക്കാൻ പാടില്ല. അത്രയും ദൈവത്തിന് മഹത്വമായി മഹത്വമായ ആവശ്യമുള്ള ഞാൻ പാടി ആഗ്രഹിക്കുന്നത് തെറ്റാണ്. ദൈവത്തിന് മഹത്വമുള്ളൂ, മറ്റുള്ളവർക്ക് മഹത്വമുള്ളൂ. എനിക്ക് മഹത്വം ആവശ്യപ്പെടുന്നത് ശരിയല്ല. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹത്തോട് ഞാൻ പറയുന്നു, ഈ വലിയ ഗായ സംഘം ഒരു തീരുമാനമെടുക്കണം. ഐ ലീവ് മൈ സോങ്, ഐ പ്രാക്ടീസ് മൈ സോങ്, റീഡ് ഹോളി ബൈബിൾ. ബൈബിൾ എനിക്ക് പാട്ട് പരമാത്മമാകും. വേദപുസ്തകത്തിന് കഴിഞ്ഞാൽ ലോകത്തിൽ എന്തുകൊള്ളൂ. ഒരു വല്യമ്മ അനേക പുസ്തകങ്ങളുടെ കൊച്ചുമോനെ പാഠപുസ്തകം കൊണ്ടുവന്ന് വേദപുസ്തകം കൊടുത്തു വെച്ചു. വല്യമ്മ വഴിക്കോട്ട എല്ലാത്തിനും കൂടി വേദപുസ്തകത്തിൽ കേടാ, അതിൻ്റെ പുറത്തൊരു പുസ്തകം വെക്കാൻ കൊള്ളുകയില്ല. കേസ് രാധാകൃഷ്ണനെ എൻ്റെ 88-ാം ബർത്തിൽ വന്ന് അദ്ദേഹം പറയുന്നത് തന്നെയാണ്, ഒരു പുസ്തകത്തിലെല്ലാം ഉണ്ട്, വേദപുസ്തകമാണ്. ആ പുസ്തകത്തിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വേദപുസ്തകം വായിച്ച് ധ്യാനിക്കണം. എങ്കിലേ പാട്ട് വരികയുള്ളൂ, എങ്കിലേ പ്രസംഗം വരികയുള്ളൂ. വേദപുസ്തകം അറിയാൻ തലമുറ. ഇപ്പം ഞാൻ സെമിനാരിയിൽ 1-3 കൊല്ലക്കാർ ബൈബിൾ പഠിക്കാൻ തുടങ്ങിയാണ്. കഴിഞ്ഞ എത്തിക്സ് അവിടെ കൊണ്ടുവന്നത്. എൻ്റെ മദ്രാസിൽ എടുത്തതിന് ഈ സഭയിൽ നന്നേ ഉള്ളൂ. ഞാൻ കൊടുത്തിട്ടെടുത്തതാണ്. പക്ഷെ ബിഷപ്പ് കോളേജിൽ എടുത്തിട്ടില്ല. ഈ മദ്രാസ് കൊടുത്തതിന് ശേഷം പിറ്റേന്ന് തന്നെ ബാംഗ്ലൂരിൽ പോയി അവിടെ ദയാഭവനത്തിൽ ഒരു കെട്ടിടത്തിൽ കല്ലിട്ടു. 60 മുറിയുള്ള ദയാഭവനം 7 കോടിയാണ്. അതിനുശേഷം പൂനെയിൽ പോയി. അവിടെ ഒരു പര്യാപനമൊക്കെ ഉണ്ട്. കിച്ചൺ അവിടെ നിന്ന് കല്ലിട്ടു. മിഷന് വേണ്ടി പോകാനാണ്. ഇപ്പോൾ സെമിനാരികളൊക്കെ അവതരിപ്പിച്ചു തരും. ഐ വാണ്ട് ടു ഡു സംതിങ് ഫോർ മിഷൻ ഓഫ് ക്രൈസ്റ്റ്, സ്പ്രെഡ് ദ ബൗണ്ടറീസ് ഓഫ് ക്രൈസ്റ്റ്. ഈ സഭയാകണം പോരാ, മിഷനിൽ സഭയാകണം. സ്നേഹം കാണിക്കണം. ഞാൻ ഇതിനെ അവിടെ കണ്ട് പ്രസംഗിച്ചു. 2 വാക്ക്: സ്നേഹം, സ്വാർത്ഥത. 2 സ്നേഹമില്ല, സ്വാർത്ഥം എല്ലായിടത്തും കൊണ്ടിപ്പോഴും. ഈ സ്വാർത്ഥ സ്നേഹത്തിന്റെ ഓപ്പോസിറ്റാണ്. നോബഡി ഷുഡ് ബി സെൽഫിഷ്. കോഴീശ്വരനാണ് ഞാൻ പറയുന്നു. നിങ്ങൾ പോഷന്മാരെന്ന് ദൈവം ബൈബിൾ പറയുന്നുണ്ട്. കാര്യം പോഷ ഫുഡെന്ന് ദൈവം വിളിച്ചു. കൂട്ടുവെക്കാൻ പാടില്ല. അത് കൂത്തുപോകാൻ കൊടുക്കണം, വിളമ്പണം. നിങ്ങൾ ഞാൻ സ്വാർത്ഥം നേടാൻ പാടില്ല. ഷെയർ ചെയ്യണം. ഈ കാര്യം കൂട്ടുവെക്കാൻ കൂത്തുപോകില്ലേ? തിരിയാവുടി അണ്ണൻ കൊണ്ട് മഴയിലാണ്. ഫൂളെന്ന് ദൈവനെ വിളിച്ചു. ഫൂൾ ഓടെ കോഴീശ്വരൻ ഫൂൾസാണ്. ഷെയർ ചെയ്യണം. കൂട്ടുവെക്കാൻ ആർക്കും അവകാശമില്ല. അയൽക്കാരപ്പെട്ടവരുടെ കൂട്ടുവെക്കുന്ന ഭാവിയല്ലേ? സിനിമ യൂണിവേഴ്സിറ്റിയെ പോലുള്ള മലയാള ഒരാളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും
ദരിദ്രവും സമ്പന്നവും ഏറ്റവും വലിയ പാപമാണ്. നിങ്ങൾ ഞങ്ങൾ പാപികളാണ്. അതുകൊണ്ട് എന്നും പ്രാർത്ഥിക്കണം. ജീസസ് ക്രൈസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ബി ബേസിസ് സിന്നർ. ഓർത്തഡോക്സ് ഗായക സംഘത്തിന്റെ പുരസ്കാരം സഭാ ആൽമായ ട്രസ്റ്റി ശ്രീ PC എബ്രഹാം അഭിവന്യ ഒസ്താത്യോസ് തിരുമേനിക്ക് നൽകുന്നു. ഈ 10,000 രൂപ ബാബാവിനെ ജോലി കൊടുക്കാൻ അപേക്ഷിക്കുന്നു. സഭയുടേതായിട്ട് ജോലി ചെയ്ത് കൊടുക്കണം. ശ്രുതിയുടെ പുരസ്കാരം ഏറ്റുവാങ്ങുവാൻ ശ്രീ ജോർജ് ഫെർണാണ്ടസിനെ ക്ഷണിക്കുന്നതിനായി ശ്രുതിയിലെ ഭദ്രാസന ഡയറക്ടർ ശ്രീ P. തോമസിനെ ക്ഷണിക്കുന്നു. ഇന്ന് ആദരിക്കപ്പെടുന്ന ശ്രീ ജോസഫ് ഫെർണാണ്ടസിനെ ബഹുമാന്യ സദസ്സിനെ പരിചയപ്പെടുത്തുന്നതിൽ അനൽപമായ സന്തോഷമുണ്ട്. തിരുവനന്തപുരം കുന്നുകുഴി സ്വദേശിയാണ് ശ്രീ ജോസഫ് ഫെർണാണ്ടസ്. അപൂർവവും പ്രാചീനവുമായ 3000-ൽ പരം സംഗീത ഉപകരണങ്ങളുടെ ശേഖരത്തിന് ഉടമയാണ് ഈ മാന്യത. സംഗീതത്തിനും സംഗീത ഉപകരണങ്ങൾക്കുമായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഈ അപൂർവ കലാപ്രതിഭയുടെ 20 വർഷത്തെ തപസ്യയുടെ ഫലമാണ് പുറത്ത് വിശാലമായ പന്തലിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന അമൂല്യ ശേഖരം. നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ സ്വകാര്യ ശേഖരമെന്ന് കരുതപ്പെടുന്ന സംഗീത ഉപകരണങ്ങളുടെ ഉടമയായ ശ്രീ ജോസഫ് തിരുവനന്തപുരത്തെ ജോയ്സ് മ്യൂസിക്കൽസ് എന്ന സ്ഥാപനവും നടത്തുന്നു. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലേക്ക് അതിവേഗം നടന്നെടുക്കുന്ന ശ്രീ ജോസഫ് ഫെർണാണ്ടസിൻ്റെ എല്ലാ ഭാവങ്ങളും ഈ സമൂഹത്തിൻ്റെ പേരിൽ ആശംസിക്കുന്നു എന്നതിന് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയോട് അപേക്ഷിക്കുകയും അത് സ്വീകരിക്കുവാൻ ശ്രീ ജോസഫ് ഫെർണാണ്ടസിനെ ക്ഷണിക്കുകയും ചെയ്യും. ശ്രീ ജോസഫ് ഫെർണാണ്ടസിനെ പൊന്നാട അണിയിക്കുന്നതിനായി ഈ പ്രോഗ്രാമിന്റെ മുഖ്യ സംഘാടകനായ ഫാദർ P. ജോർജിനെ കുറിച്ച് രംഗഭാഗത്ത് പറയുന്നതാണ്. നിന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവരുമേ, അറിഞ്ഞ് ആദരിക്കേണ്ട ഒരാൾ ഈ സമൂഹത്തിൽ ഇരിക്കുന്നു എന്നെല്ലാവർക്കും അറിയാം. ആ ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ് ഇത്രയും വലിയൊരു സദസ്സ് രൂപീകൃതമാകുവാനും അനേകരെ ആദരിക്കുവാനും തക്കവണ്ണം മുൻകൈയെടുത്തത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ വലിയ ത്യാഗസമ്പന്നമായ ഈ 2-3 ദിവസത്തെ ഈ പരിപാടികൾ ഏറ്റവും ശ്രേഷ്ഠമായി മലങ്കര സഭ മുഴുവൻ, കേരളക്കര മുഴുവൻ ഈ വലിയ സംഗീതത്തിൻ്റെ ധ്വനി അലയടിച്ച് ഉയർന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ ഈ അവസാന നിമിഷം ഏറ്റവും ആദരിക്കപ്പെടേണ്ടതായിട്ടുള്ള മലങ്കര സഭയുടെ ആധുനിക അപ്രയമാകുന്ന കിന്നരമാകുന്ന ഒന്നിനായ MP ജോർജ് അച്ഛൻ എല്ലാവരും ആദരിക്കപ്പെടുവാൻ തക്കവണ്ണം ഈ എളിയ സന്ദർഭം അതിനുവേണ്ടി പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് ഒരു പൊന്നാട അണിയിച്ച് ഈ ശ്രേഷ്ഠനായ മലങ്കര സഭയുടെ കിന്നരത്തെ ആദരിക്കുവാൻ തക്കവണ്ണം ഈ സമയം പൊന്നാട സ്വീകരിക്കുവാൻ തക്കവണ്ണം കൃതജ്ഞത പ്രകാശനത്തിനായി ശ്രുതി ഓർത്തഡോക്സ് സഭാ ഗായക സംഘത്തിന്റെ കോർഡിനേറ്റർ ഫാദർ വർഗീസ് ജോർജിനെ ക്ഷണിക്കുന്നു. പരിശുദ്ധ ബാബാ തിരുമേനി, അഭിമന്യ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്ത തിരുമേനി,
വന്ധ്യ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, വന്യരായ ആചാര്യ ശ്രേഷ്ഠരെ, അക്ഷര നഗരിയിൽ ഈ റബ്ബറിൻ്റെ പട്ടണത്തിൽ രാഗങ്ങളുടെ ഉത്സവത്തിന് ഇന്ന് തിരശ്ശീല വീഴുകയാണ്. 3 ദിനരാത്രങ്ങളായി നടന്നു വന്ന ഈ സംഗീത ഉപാസകരുടെ സംഗമം വിശുദ്ധ കുർബാനയോട് അതിൻ്റെ മഹാശ്രേഷ്ഠ അനുഭവത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഈ സംരംഭങ്ങൾക്ക് വൻ കൃപ ചൊരിഞ്ഞു തന്ന തിരുസന്നിധിയിൽ 1000 സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് പ്രഭാതം മുതൽ മധ്യാഹ്നം പിന്നിടുന്ന ഈ അവസരം വരെയും ക്ഷമയോട് ഇതിൽ സംബന്ധിച്ച് നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുവാൻ മുതിരാതെ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. സഭയുടെ പരമാധ്യക്ഷൻ എന്നതിലുപരിയായി സഭാ ഗായക സംഘത്തിന് ഊടും പാവും നെയ്ത് എങ്ങും എന്നും താങ്ങും തണലുമായി നിൽക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ഈ പ്രസ്ഥാനത്തിൻ്റെ സവസ്വമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തി ഉണ്ടോ എന്ന് കരുതുന്നില്ല. വാക്കുകൾക്ക് അതീതമായ ഭയഭക്തി, ബഹുമാന, ആദരവുകൾക്ക് കടപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ പിതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ ഓർത്തഡോക്സ് സഭ ഗായക സംഘത്തിൻ്റെ പ്രണാമം ഞങ്ങൾ അർപ്പിക്കട്ടെ. സുവർണ വചസ്സുകളാൽ ഈ മഹാസമ്മേളനം അനുഗ്രഹിച്ച് ആശീർവദിച്ച മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനും കേരള ക്രൈസ്തവ നഭോമണ്ഡലത്തിലെ സ്വർണ്ണനാമകാരനുമായ അഭിമന്യനായ മോർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത തൃപ്പാദങ്ങളിൽ ഓർത്തഡോക്സ് സഭ ഗായക സംഘത്തിൻ്റെ നന്ദി പ്രണാമങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ക്രൈസ്തവ ഗാനസമ്പത്തിൻ്റെ കലവറയിലെ തനതായ ശൈലിയുടെ ഉടമയാണ് ഗുരുശ്രേഷ്ഠനായ അഭിവന്ദ്യനായ മോർ ഒസ്താത്യോസ് മെത്രാപ്പൊലീത്ത തിരുമേനി. സാമൂഹ്യ നീതിക്കാനുള്ള പ്രവാചക ശബ്ദം തൻ്റെ പ്രസംഗങ്ങളിൽ മാത്രമല്ല സംഗീതത്തിലൂടെയും തലമുറകൾക്കായി പകർന്നു കൊടുത്ത ആ മഹാമേരുവിൻ്റെ മുൻപിൽ ഓർത്തഡോക്സ് സഭ ഗായക സംഘം ഇന്ന് ഇവിടെ എഴുന്നള്ളി ഈ ബഹുമാന പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുവാൻ തക്കവണ്ണം സന്മനസ് കാണിച്ചിട്ടുള്ള എല്ലാ സ്നേഹ, വന്ദന, ആദരവുകളും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കട്ടെ. ഇന്ന് ഈ മഹാസംഗമം സാന്നിധ്യത്താൽ ധന്യതയിലേക്ക് നയിക്കുന്ന സഭാ ഗായക സംഘങ്ങളുടെ പങ്കാളിത്തം പ്രശംസനീയമാണ്. സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വളരെയധികം അത്യധ്വാനം ചെയ്ത് ഇന്ന് ഇവിടെ എത്തി തിരുവലിയിലും ഈ സമ്മേളനത്തിലും തങ്ങളുടെ പങ്കാളിത്തങ്ങൾ ഉറപ്പാക്കി വിജയസോപാനത്തിലേക്ക് ഈ രാഗോത്സവത്തെ എത്തിക്കുവാൻ തക്കവണ്ണം സന്നിഹിതരായ എല്ലാ ഗായക സംഘ അംഗങ്ങൾക്കും പ്രസ്ഥാനത്തിൻ്റെ നന്ദി അർപ്പിക്കുന്നു. സാന്നിധ്യം കൊണ്ട് ഈ വേദി ധന്യനാക്കുകയും അഭിവന്ദ്യനായ ഒസ്താത്യോസ് മെത്രാപ്പൊലീത്തായ്ക്ക് സംഘത്തിൻ്റെ ഉപകാരം പ്രദാനം ചെയ്യുകയും ചെയ്ത അൽമായ ട്രസ്റ്റി പടിഞ്ഞാറക്കര PC എബ്രഹാം അവർക്ക് പ്രസ്ഥാനത്തിൻ്റെ പ്രണാമം. 3000-ൽ പരം സംഗീത ഉപകരണങ്ങളുടെ സമ്പാദകൻ, കലയെ ഉപാസിക്കുവാൻ വേണ്ടി മാത്രം ജീവിതത്തെ ക്രമപ്പെടുത്തിയ ഒരു മഹാ മനസ്സിൻ്റെ ഉടമയാണ് ജോസഫ് ഫെർണാണ്ടസ്. 3 ദിവസങ്ങളിലായിട്ടാണ് ഈ എക്സിബിഷൻ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെ ആഴ്ചകൾ മുമ്പ് മുതലുള്ള ഒരുക്കമാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പത്നിയും 2 മക്കളും കൂട്ടത്തിലുള്ള 6 പേരും നിർവഹിക്കുന്നത്. ഓരോ സംസ്കാരത്തിനും ഉതകുന്ന സംഗീത ഉപകരണങ്ങൾ, ആ സംഗീത ഉപകരണങ്ങളുടെ പ്രായോഗികത പഠിച്ച് മനസ്സിലാക്കി
ഇത് പ്രദർശിപ്പിക്കുന്ന ഒരു പ്രദർശനമായി മാത്രമല്ല പ്രത്യുത അതിൽ ശ്രുതി ലയ താളങ്ങൾ ഉയർത്തുന്ന ജോസഫ് ഫെർണാണ്ടസിന്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. ഈ സംരംഭത്തിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരുകയും ഈ പ്രദർശനത്തിനായി എല്ലാവിധമായിരിക്കുന്ന പിന്തുണയും നൽകി ഇതിന് സന്മനസ് കാണിച്ച ജോസഫ് ഫെർണാണ്ടസിനോടും കുടുംബത്തിനോടും സംഘാംഗങ്ങളോടുമുള്ള നന്ദി അർപ്പിക്കട്ടെ. ഗുരുശ്രേഷ്ഠൻ വന്ദനായ TJ ജോഷുവ അച്ഛനായിരുന്നു സംഘാടക സമിതി ചെയർമാൻ. ആവശ്യമായ സന്ദർഭങ്ങളിൽ തനതായ നിർദ്ദേശങ്ങൾ നൽകി വ്യക്തമായ കാഴ്ചപ്പാടുകളോടുകൂടെ ഈ രാഗോത്സവത്തിൻ്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ വന്യ ജോഷുവ അച്ഛന് ഈ സംഘത്തിൻ്റെ നന്ദി അർപ്പിക്കുന്നു. ഈ മഹാസംഗമം ഇവിടെ അരങ്ങേറുവാൻ തക്കവണ്ണം എല്ലാവിധമായ പിന്തുണയും നൽകിയത് ആദരണീയനായ എബ്രഹാം കോരയച്ചനാണ്. ഏലിയ കത്തീഡ്രൽ വികാരി. അദ്ദേഹമാണ് ഇതിൻ്റെ ജനറൽ കൺവീനർ. 3-4